തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം കെട്ടിടത്തിന് തീപിടിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായ സംഭവത്തിൽ തീയണയ്ക്കാൻ വൈകിയതിന് കാരണം കെട്ടിടത്തിൽ വേണ്ടത്ര രീതിയിൽ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം ഒരുക്കാത്തതാണെന്ന് ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ. അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണറോടും തഹസിൽദാരോടും കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം കെട്ടിടത്തിൽ തീപിടിച്ച മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഫയർഫോഴ്സിന് കെട്ടിടത്തിനുള്ളിലേക്ക് കടന്ന് തീ പൂർണ്ണമായും കെടുത്താൻ സാധിച്ചത്. തീപിടിച്ച വിവരമറിഞ്ഞ് പാഞ്ഞെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കെട്ടിടത്തിലേക്ക് കടക്കാൻ യാതൊരു മാർഗവുമില്ലായിരുന്നു. ഇത് ഇവരെ ഏറെ ബുദ്ധിമുട്ടിലാക്കി. പിന്നെ മണിക്കൂറുകൾ കിണഞ്ഞു പരിശ്രമിച്ചതിന്റെ ഫലമായാണ് മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീപിടിച്ച് വൻ ദുരന്തമുണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ഫയർഫോഴ്സിന് സ്വീകരിക്കാനായത്. കെട്ടിടത്തിൽ മതിയായ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം ഇല്ല എന്നതാണ് ഫയർഫോഴ്സ് മേധാവിയുടെ കണ്ടെത്തൽ. തലസ്ഥാനത്തെ പ്രമുഖ ടെക്സ്റ്റൈൽസിന്റെ ഗോഡൌണിലാണ് തീപിടിച്ചത്. ലക്ഷക്കണക്കിന് രൂപയുടെ തുണിത്തരങ്ങൾ തീപിടിച്ചും വെള്ളം നനഞ്ഞും കേടായിട്ടുണ്ട്. അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ സിറ്റി പോലീസ് കമ്മീഷണറെയും തിരുവനന്തപുരം തഹസിൽദാരെയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കെട്ടിടത്തിന് സമീപം തീപിടിച്ച സാഹചര്യത്തിൽ ഓണക്കാലം കൂടി കണക്കിലെടുത്ത് കൂടുതൽ ജാഗ്രത പാലിക്കാനും വേണ്ടത്ര പരിശോധന നടത്താനും ഫയർഫോഴ്സിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.